ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായി കായംകുളം SNDP യൂണിയൻ ഏർപ്പെടുത്തിയ 2026 ഗുരുകീർത്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ശ്രീനാരായണ ഗുരുദേവ വചനം ഹൃദയത്തിലേറ്റി ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കായി കായംകുളം SNDP യൂണിയൻ ഏർപ്പെടുത്തിയ 2026 ഗുരുകീർത്തി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. SSLC, +2, CBSE, ICSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ A+, A1 ഗ്രേഡുകൾ നേടിയ ശാഖായോഗം അംഗങ്ങളുടെ മക്കൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. കായംകുളം SNDP ഓഡിറ്റോറിയത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ചടങ്ങിൽ ശിവഗിരി മുൻ മഠാധിപതി വിശുദ്ധാനന്ദ സ്വാമികൾ മുഖ്യ അതിഥിയായി പങ്കെടുത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. നല്ലത് ചെയ്യുന്നവർക്കാണ് കീർത്തി. ഇതില് ദുഷ്കീർത്തി എന്ന് വന്നില്ല, അതുകൊണ്ട് അത് സത്കീർത്തിയാണ്. ഗുരുവിന്റെ കീർത്തിക്ക് ദുഷ്കീർത്തി വരില്ല. അപ്പൊ ഇത് അർഹരായവര് സത്കീർത്തി ഉള്ളവരാണ്. നന്നായിട്ട് പഠിച്ചിട്ടുള്ള, നല്ല വിദ്യ കരസ്ഥമാക്കിയിട്ടുള്ള അവർക്ക് ഈ യൂണിയൻ പ്രദാനം ചെയ്യുന്ന ഒരു വലിയ അംഗീകാരമാണ്. ആ അംഗീകാരം ഏറ്റുവാങ്ങുക എന്ന് പറയുമ്പോൾ ഗുരുവിനെ ഹൃദയത്തോട് ചേർത്ത് അത് വാങ്ങിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ മറ്റ് കീർത്തികൾക്ക് ഒക്കെ അപ്പുറത്ത് നിൽക്കുക. ഭദ്രദീപ പ്രകാശനവും ഗുരുകീർത്തി പുരസ്കാര സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് M. ലിജു നിർവഹിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഒരു ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന വാക്യമാണ് എന്ന തരത്തിൽ ഒരു പ്രഭാഷകൻ അവിടെ വെച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പം ഞങ്ങൾ ആ വേദിയിലുള്ള സമയം, അപ്പോൾ അടുത്തതായി സംസാരിച്ച ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമികളാണ് മഠാധിപതി. സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു, ഗുരുദേവൻ പറഞ്ഞത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനല്ല, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാനാണ്. അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ കരുതി പലയിടത്തും എഴുതി വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പല സ്ഥലങ്ങളിലും എഴുതാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നും എഴുതി വെക്കാറുണ്ട്. ഇപ്പോൾ ഏതാണ് ഗുരുദേവന്റെ യഥാർത്ഥ വചനം എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന അവസരത്തിലാണ് സ്വാമിജി ഇത്തരത്തിലൊരു വാക്യം പറഞ്ഞത്. പ്രബുദ്ധരാവുക എന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ ഒരു ഔന്നത്യമാണ്. പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മീയമായി നമുക്ക് ഔന്നത്യം ഉണ്ടാകും, നമുക്ക് ഭൗതികമായി നമുക്ക് ഔന്നത്യം ഉണ്ടാകും, മാനസികമായി നമുക്ക് ഔന്നത്യം ഉണ്ടാകും. പക്ഷെ ഗുരുദേവൻ പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ ഒരു ആശയം വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്നുള്ളതാണ്. അപ്പം അതെന്താണ് ഈ സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം? സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധത്തിന് പല തലമുണ്ട്. അതായത് ഗുരുദേവൻ തൻ്റെ ആത്മീയ വിപ്ലവം, ആത്മീയ സാമൂഹ്യ വിപ്ലവം കേരള സമൂഹത്തിലും ഇന്ത്യൻ സമൂഹത്തിലും നടപ്പിലാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടുക എന്നത് പിന്നോക്ക ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് ഒരു മരീചികയായിരുന്നു. ചിലർക്കൊക്കെ വിദ്യാഭ്യാസം ലഭിച്ചു. അന്നത്തെ പ്രബുദ്ധരായ അല്ലെങ്കിൽ സ്വാതന്ത്ര്യകാംക്ഷികളായ പല മനുഷ്യരും ജാതി നോക്കാതെ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു. സർക്കാരിൻ്റെ ചില പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം ഉണ്ടായിരുന്നു. യൂണിയൻ പ്രസിഡന്റ് V. ചന്ദ്രദാസ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി P. പ്രദീപ് ലാൽ സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു കൃതജ്ഞത രേഖപ്പെടുത്തി. യോഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ A. പ്രവീൺകുമാർ, മഠത്തിൽ ബിജു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു. യൂണിയൻ കൗൺസിൽ അംഗങ്ങളായ പനക്കൽ ദേവരാജൻ, മുനമ്പേൽ ബാബു, J. സജിത് കുമാർ, N. ദേവദാസ്, സംഘം രവി, N. സദാനന്ദൻ, PS ബേബി, സുഷമ തങ്കപ്പൻ, ഭാസുര മോഹനൻ, VS സോണി, സൗദാമിനി രാധാകൃഷ്ണൻ, അജിത അനിൽ, KV ശൈലേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.